നമസ്കാരം, ഞാൻ സാനു കെയർ. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്. എൻ്റെ ഒരു ബന്ധുവും സുഹൃത്തുമായ ബിനുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദം ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളതാണ്. ശ്രീ ബിനു ഉപയോഗിക്കുന്നത് ഹൈടെക് ചൂണ്ടകളാണ്. ഈ ഹൈടെക് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന രീതി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. മൂവാറ്റുപുഴയാറ്, കാളിയാറ്, അതുപോലെ പെരിയാറിൽ നിന്ന് വരുന്ന ഒരു കനാൽ, ഇവയുടെ എല്ലാം സംഗമഭൂമിയായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾട്ടോ 800 കാർ കയറി നമുക്ക് അങ്ങോട്ടൊരു യാത്ര പോവാം. അവിടെ നിന്ന് വരുന്നത് അത് കാളിയാറ്. ആ, ഇടുക്കിന്ന് വരുന്നത് മൂവാറ്റുപുഴ. അല്ല, ഈ രണ്ടെണ്ണം കൂടി മൂന്നാമതായിട്ട് പോകുന്നതാണോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഇപ്പൊ ത്രിവേണി സംഘം എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്താ സംഭവം? ചൂണ്ട വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉറപ്പിക്കണം ആദ്യം. ഒന്നിച്ചാക്കാണ്, 2 പീസ് ഒന്നിച്ച് കയറ്റി വെച്ചാൽ മാത്രം മതി. നട്ടും സ്ക്രൂ ഒന്നും ഇല്ലല്ലേ? അതിന് ലോക്കുണ്ടോ? ഇല്ല, അത് ഹാൻഡിൽ ഒടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് കിട്ടിയാൽ ഒടിഞ്ഞു പോകും. കാരണം നമ്മളിത് ലൂസ് ചെയ്തിട്ട് നമ്മൾ മടക്കി വെക്കാന്ന് പറഞ്ഞേ ഇതിങ്ങനെ വെക്കും കേട്ടോ. അത് പോവില്ല, വലിയ ഒടിഞ്ഞു പോകും. ചിലപ്പോൾ വല്ല വണ്ടിയിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ തട്ട് കിട്ടി കഴിഞ്ഞാൽ ഹാൻഡിൽ പിന്നെ മാറേണ്ടി വരും. അതാണ് നമ്മളത് ഇതവിടെ കുത്തിക്കാം. ഞാൻ അതിൻ്റെ കുളത്തും തീറ്റ എടുത്തിട്ടുണ്ട്. തീറ്റയ്ക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ആട്ടയുണ്ട്, മൈദയുണ്ട്, ആട്ട, മൈദ, ബിസ്ക്കറ്റ്, പിന്നെ വെള്ളം ചേർത്ത് കുഴക്കും. വെള്ളം ചേർത്ത് കുഴക്കും, അത്രേ ഉള്ളൂ. ഒരു എണ്ണത്തിൽ പല കുളത്തുണ്ടാവില്ലേ? ഇത് നമ്മൾ 10 കുളത്തുണ്ട്. ഇത് 10 കുളത്ത് ഒറ്റ സെറ്റായിട്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണ്. കണ്ടില്ല? അപ്പോൾ ആദ്യം ഇതിൽ തീറ്റ പിടിപ്പിച്ച് ഇതിൽ നമ്മൾ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ആക്കിയെടുത്തിട്ട് നമ്മൾ അതിനകത്ത് തീറ്റ സെറ്റ് ചെയ്യും. ഇതുപോലെ ഇങ്ങനെ താത്തി വയ്ക്കും. ഓ, ഒരേ തീറ്റ തന്നെ എല്ലായിടത്തും വയ്ക്കുന്നല്ലേ? ഒറ്റ കുളത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മീനടിച്ചു കഴിഞ്ഞാൽ മിസ്സാവില്ല. ബാക്കിയുള്ള കുളത്തെങ്കിലും ആ മീനെ കയറി പിടിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും കുളത്ത്, സിംഗിൾ കുളത്തല്ല. ഇത് മൾട്ടി ഹുക്ക് എന്ന് പറയും. ഇത് നമുക്ക് വെള്ളത്തിലാവുമ്പോഴേ അലിഞ്ഞു പോകില്ല. ഇല്ല, ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ കിടക്കും. ആ സമയത്ത് ഇതിൻ്റെ മണമൊക്കെ അടിച്ച് മീൻ വരും. അത് ഉറപ്പാണ്. ഈ തീറ്റയുടെ മണം അതിന് കിട്ടിയത് വരും. അത് മറ്റ് മീനിൻ്റെ അവശിഷ്ടങ്ങൾ ഇടാറുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ ഇടാറില്ല. കാര്യം വാളയൊക്കെ പിടിക്കാൻ നമ്മൾ ചാളയൊക്കെ ഇടാം. ചാളയുടെ കഷ്ണമൊക്കെ കൊത്തിയിടാം. പക്ഷേ ഇപ്പം കിട്ടുന്ന ചാളയൊന്നും അമോണിയ കാരണം മീൻ എടുക്കൂല. പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്ന മീൻ മതി. ഇതിൽ റോഹ് കിട്ടും, കട്ട്ല കിട്ടും. ഇനി എന്താ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം, ഇട്ട് നോക്കിയിട്ട് പോരെ. ഇനി ഞാൻ അതിനകത്ത് പിടിപ്പിക്കാൻ ഒരു മണിയും കൂടി ഉണ്ട്. അതിനൊക്കെ മീൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിയൊന്നും അറിയാം. മണിയും വയ്ക്കുമല്ലേ? മണി അതിനകത്ത് വയ്ക്കും. മീൻ വന്ന് കൊത്തുമ്പോഴത്തേക്ക് മണി കിടന്ന് കിളിക്കും. പുറത്ത് വേണ്ട. അപ്പം ഇതിൽ കുളത്താണല്ലേ ഇതുപോലത്തെ? ഓ, ആ തീറ്റൻ്റെ അടിയിലാണ് ഇത്. ഇതുപോലത്തെ ഇതിൽ കോർത്ത് എങ്ങനെ കോർക്കുക?
ചുമ്മാ വെട്ടാ മതി. ഇതിങ്ങനെ അതിൻ്റെ സ്നാപ്പർ ഉണ്ട് കണ്ടോ? ആ ഞെക്കിയിട്ട് പുറത്താൽ മതി. അതിൻ്റെ ഒരു കുളത്തുണ്ട്. ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഇടും. ഓ അത്രേ ഉള്ളൂ. ഓ അത്ര ദൂരേക്ക് പോയല്ലേ വലിച്ചിട്ടിപ്പോ? ഇതിപ്പോ ഒരു 10-25 മീറ്റർ ദൂരേക്ക് പോയല്ലോ. നമുക്ക് അടുത്ത ചൂണ്ട കെട്ടണ കാണിച്ചു തരാം. ആ ഇവിടെയാണ് മണി വെച്ചേക്കുന്നത്. ഇനി അത് മീൻ വന്ന് വേണമെങ്കിൽ അടിക്കും. അടുത്ത ചൂണ്ട കെട്ടണ നമുക്ക് കാണിച്ചു തരാം. ആ ഓ പുതിയൊരു ചൂണ്ട കെട്ടി എങ്ങനെയാ സെറ്റാക്കണേന്ന് നമുക്ക് നോക്കാം. ഇല്ല, ചൂണ്ടയുടെ നടുക്കുള്ള ദ്വാരത്തിക്കടെ കോർത്തെടുക്കുക. പല രീതിക്കും പല ആൾക്കാരും പല രീതിക്കാണ് കെട്ടണത്. നമ്മൾ പിന്നെ ഇവിടെ ഇടാനുള്ള എളുപ്പ രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. നമ്മളൊരു ചെറിയ ഈയമുണ്ട്. ഇത് ഇതൊരു 12 രൂപ വരും. ഈ എന്തിനാ? നമ്മൾ വെയിറ്റിന് വേണ്ടിയിട്ട് എറിയുമ്പോൾ ദൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഈയത്തിൻ്റെ ഇതിലാണ് അത്ര പോയല്ലേ? ഇതല്ല, ഇത് അതിൻ്റെ സ്നാപ്പർ എന്ന് പറയും. നമ്മളൊരു ലോക്ക് ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പാത്രത്തിൽ കെട്ടണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും കിടക്കും. ഇനി പോരില്ല. ബാക്കിയുള്ളത് മുറിച്ച് കളയുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചൂണ്ടയും നമ്മുടെ ഇടാൻ പോവാണ്. ലൂസാക്കണ്ടല്ലോ, അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. വള്ളി പിടിക്കണോ? നല്ല ദൂരത്തിൽ പോയി. ഭയങ്കര അവിടെ നിൽക്കുമല്ല. അപ്പൊ ഇനി കുറച്ച് സമയം വിശ്രമിക്കുക അല്ലേ? അടിച്ചെടുക്കണം. നമുക്കിപ്പോ ഈ തീറ്റയിൽ അടിച്ചില്ലേ നമ്മൾ അടുത്ത തീറ്റ എടുത്ത് മാറ്റും. ഫ്ലേവർ ചേഞ്ച് ചെയ്യും. അതിന്റെ അടി കാണുമ്പോ വലുതാണെങ്കിൽ സ്റ്റിക്ക് അങ്ങ് വളയും. വളഞ്ഞ് ഇതിപ്പോ ചെറിയ താളവഴുതാന്ന് പറയും. ഇപ്പൊ നമ്മള് കഴിച്ച സാധനം. കൂരില് എടുത്തായിരുന്നോ? കിട്ടിയതിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇതും ആദ്യത്തെ പോലെ തന്നെയാണോ? വഴുത, പുല്ലൻ, വഴുത, ഇതൊക്കെയാണ് മോറ്റോടെ പറയുന്ന പേര്. ചാടിപ്പോയി. അതിനറിയാം. അതും ആദ്യത്തെ സാധനം പോലെ തന്നെയാണോ അല്ലേ? ഏത് ഈ കിട്ടറെല്ലാം ഇങ്ങനത്തെ ആയിരിക്കും. ഇതിന്റെ കൂട്ടം ഉണ്ടാവും. എന്നിട്ട് ടൈറ്റാക്കി വെക്കണം അല്ലേ? അങ്ങനെ നാലാമത്തെ മീനും കൊത്തിയിട്ടുണ്ട്. കുറച്ച് വലിയ മീനാണെന്നാണ് അനുമാനിച്ചേക്കുന്നത്. എത്ര വരും ഇത് തൂക്കം? ഇതൊരു 1/2 കിലോന് താഴെ ഉള്ളൂ. 1/4 കിലോ. അപ്പോൾ നോക്കാം. പോയോ? തൽക്കാലം ചൂണ്ടയിടലൊക്കെ മതിയാക്കി
ചൂണ്ടയിടാനുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ചൂണ്ട ഇടാൻ പോകുന്നത് ഇനി ഞാൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ബിനു എനിക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഇത് നമ്മളെ വള്ളി വേണ്ട, ഈ വള്ളി ഇങ്ങനെ കൈ പിടിക്കണം, ഇങ്ങനെ ഈ ലിവർ താഴത്തേക്ക് വെക്കണം, എന്നിട്ട് നമ്മൾ എറിയണം. വേറെ ഒന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ എറിഞ്ഞാൽ മതി. കണ്ടോ? ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് തീരത്തില്ല. റോൾ ചെയ്ത് മുകളിലോട്ട് കെട്ടിക്കും. ഓക്കെ, ആ ലെവലിൽ വെക്കണം. ഇതിന് വള്ളി പിടിക്കുക. ഇനി ഇതോ ലിവർ തട്ടുക, മുകളിലോട്ട് തട്ടുക, മുകളിലേക്ക് കെട്ടുക. ഇനി എറിയുക. ആഴത്തിൽ പറഞ്ഞു കണ്ടോ? ഇവിടെ അത് നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ പോകണം. നമ്മൾ എറിയണ സമയത്ത് എറിയോ നമ്മൾ ആ കയ്യിൽ നിന്നുള്ള സാധനം വിടുകയാണ്. കയ്യിൽ നിന്നുള്ള തലക്ക് പിടിക്കുക, വലിയ വഴുക്കലായിരിക്കും. ഇന്ന് മത്സ്യം പിടിക്കാൻ പോയിട്ട് 4 മത്സ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വെറും അരമണിക്കൂർ സമയം കൊണ്ടാണ് ഈ 4 മത്സ്യങ്ങളെ കിട്ടിയത്. മത്സ്യക്കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിട. ഗുഡ് ബൈ.